ഞാൻ ഇന്നിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് സന്ധിവേദനകളെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, വേദനകൾ കാരണം ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ ഇടയ്ക്കുണ്ട്. എല്ലാ സന്ധികളിലും വേദന വരുന്നവർ, നട്ടെല്ല് വേദന, കഴുത്ത് വേദന, നടുവ് വേദന, തോളുവേദന, വീഴ്ചകൾ കാരണം ഉണ്ടാകുന്ന വേദന എന്നിങ്ങനെ പല തരത്തിലുള്ള വേദനകളാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. ഇവകൾക്കെല്ലാം സിദ്ധ ചികിത്സയിൽ നല്ല ഫലം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. വേദനകൾ ഉണ്ടാവാൻ പല തരത്തിലുള്ള കാരണങ്ങളാണ്. ഉദാഹരണമായിട്ട് മുട്ടുവേദന, ശരീരഭാരം കൂടുതൽ ആവുന്നത് കാരണം പലർക്കും മുട്ടുവേദനകൾ വരാറുണ്ട്. കൂടാതെ കൂടുതലായിട്ട് നടക്കുകയും കൂടുതൽ വെയിറ്റുകൾ, ഭാരങ്ങൾ തൂക്കുന്ന ആൾക്കാർക്ക് മുട്ടുകളിൽ വേദനകൾ അനുഭവപ്പെടാറുണ്ട്. പിന്നെ കഴുത്ത് വേദന, സർവൈക്കൽ പ്രോബ്ലം ഇന്ന് ധാരാളം ആൾക്കാരിൽ കണ്ടുവരുന്നു. പലരും ചുമട്ട് തൊഴിലാളികളായി ഇരിക്കും കൂടുതലും. അവർക്ക് ഈ വേദനകൾ സർവ്വസാധാരണമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് സമയം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് നടുവേദന, അതുപോലെ തന്നെ സന്ധികളിൽ മാത്രമല്ല ഇടുപ്പ് വേദന, നട്ടെല്ല് വേദന എന്നിവ ഉണ്ടാകുന്നു. ഇതിന് കാരണം ഒറ്റ സ്ഥലത്ത് തന്നെ ഒരുപാട് നേരം ഇരുന്നു കൊണ്ട് അവർ പണിയെടുക്കുന്നത് ഒരു കാരണമാണ്. കൂടുതലും ഇത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ അധികമായിട്ട് ഇപ്പോൾ അനുഭവപ്പെട്ട് വരുന്നുണ്ട്. ഒരേ ഇടത്തിൽ ഇരുന്നു കൊണ്ട് അവർ രാവിലെ തൊട്ട് 10-12 മണിക്കൂർ ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ പണിയെടുക്കുന്നത് കൊണ്ട് അവരുടെ സന്ധികൾക്ക് ഒരു അയവ് കിട്ടാത്ത കാരണം ഈ വേദനകൾ ഉണ്ടാകുന്നു. സാധാരണ പറയുവാണെങ്കിൽ നമ്മുടെ സന്ധികളിൽ ഒരു ദ്രാവകമുണ്ട്, അത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ഈ ഫ്ലൂയിഡിൻ്റെ കുറവ് കാരണം പലരിലും ഈ വേദന ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്നുള്ള അസുഖം, അതും ഫ്ലൂയിഡിൻ്റെ കുറവുണ്ട്. മുട്ടെല്ല് വേദന, മുട്ട് തേയ്മാനം, ഇതും ഈ ഫ്ലൂയിഡിൻ്റെ കുറവ് കാരണമാണ് പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാന കാരണമാണ് റെസ്റ്റ് എടുക്കുക എന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ ജോലി ചെയ്തോട്ട് 1 മണിക്കൂർ ഇടവിട്ട് ഒന്ന് എണിച്ച് നിന്ന് 1 മിനിറ്റെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് 2 സ്റ്റെപ്പ് നടന്നു വീണ്ടും വന്നിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അത്തരം വേദനകളെ നമ്മൾ കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ നടുവേദന കാരണം അതിന് പല റീസൺസാണ് പറയുന്നത്. വീഴ്ചകൾ കാരണം നട്ടെല്ലിൽ ക്ഷതങ്ങളുണ്ടായി, അവിടെ അത് ചെറിയ നീർക്കെട്ടുണ്ടായി. പിന്നെ അതിലേക്കൂടെ കടന്നു പോകുന്ന നരമ്പുകളിൽ, വെയിനുകളിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും പിന്നെ അത് റേഡിയേറ്റ് ചെയ്ത് താഴോട്ട് ഇടുപ്പിലേക്കും തുടയിലേക്കും കാല് മുഴുവനും വേദനകൾ അനുഭവിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത്തരം ആൾക്കാരിൽ ഞങ്ങളെ സിദ്ധ ഔഷധങ്ങൾ പലതും വളരെ ഫലപ്രദമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഞങ്ങളുടെ ഡോക്ടർ ഗ്രീൻ ഓയിൽ എന്നുള്ള ഓയിൽ, ഈ ഓയിൽ ഇത്തരം വേദനകൾക്ക് വളരെ ഫലപ്രദമായ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ്. പല ഇൻറ്റേർണലായിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നുകളെക്കാളും ഈ ഗ്രീൻ ഓയിൽ പുറത്ത് പുരട്ടുകയാണെങ്കിൽ വളരെ നല്ല സുഖം കിട്ടുന്നുണ്ട്. അത് അനുഭവത്തിൽ ഞാൻ അറിഞ്ഞ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ തോളുവേദന, തോളുകൾ പല വെയിറ്റുകൾ എടുക്കുന്ന കാരണം തോള് വേദനകൾ വരുന്നുണ്ട്. പണിയെടുക്കുന്ന പല തരത്തിലുള്ള പണികൾ എടുക്കുന്നവർക്ക്, റെസ്റ്റില്ലാതെ കൈക്കും കാലിനും ജോലി കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ വേദനകൾ അനുഭവപ്പെടുന്നുണ്ട്. അതിനൊക്കെ ഈ ഡോക്ടർ ഗ്രീൻ ഓയിൽ മാത്രം പുരട്ടിയാൽ മതി. അത്തരം വേദനകൾ എളുപ്പത്തിൽ
മാറും എന്നുള്ള ഒരു സത്യാവസ്ഥ ഞാനിവിടെ തുറന്ന് പറയുകയാണ്. പിന്നെ മാറാത്ത തലവേദന, സന്ധിവേദനയോട് കൂടെ തന്നെ കഴുത്ത് എല്ല് തേയ്മാനം കൊണ്ട് തലവേദന, അസഹ്യമായ തലവേദന ഉള്ളവർക്കും ഈ എണ്ണ തലക്ക് തേച്ച് കുളിക്കാവുന്നതാണ്. ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ നല്ല സുഖം ഉണ്ടാവും. പിന്നെ ഭക്ഷണങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ഈ വേദനകളുള്ളവർക്കും കഴിയുന്നതും തണുത്ത വെള്ളം കൂടുതൽ കഴിക്കാതിരിക്കുക, പറ്റുമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ അമിതമായി പുളിരസം ഉള്ള സാധനങ്ങൾ, മോര്, മാങ്ങ ഇവകളെല്ലാം ഒഴിവാക്കണം. അച്ചാറുകൾ കഴിയുന്നതും ഒഴിവാക്കുക. എന്നിങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങൾക്കും പുളി വളരെ ദോഷം ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കഴിയുന്നതും റെസ്റ്റ് എടുക്കുക, കഴിയുന്നതും കൂടുതൽ വെയിറ്റ് എടുക്കാതിരിക്കുക, കഴിയുന്നതും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. വേദനയോടുകൂടി കൊണ്ട് നടന്ന് വലിയ വലിയ എക്സസൈസുകൾ ചെയ്യുന്നത് ഒരു പരിധിവരെ വേദനകളെ കൂട്ടുവാൻ സഹായിക്കും. അത് കുറയണമെങ്കിൽ എക്സസൈസ് ചെയ്തോളൂ. അതോടൊപ്പം വൈകിട്ട് വരുമ്പോൾ ഈ ഡോക്ടർ ഗ്രീൻ ഓയിലിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത്, ചെറിയ മസാജ് മതി, വലുതായിട്ടിട്ട് തേച്ച് പിടിപ്പിക്കരുത്. ഇപ്പോൾ പലർക്കും ഒരു തോന്നലുണ്ട്, പലരും പറയാറുമുണ്ട്, പല ഡോക്ടേഴ്സും പറയാറുണ്ട്, എണ്ണയിട്ട് തേച്ച് പിടിപ്പിക്കണമെന്ന്. അസഹ്യമായ വേദന ഉള്ള ഭാഗത്ത് വീണ്ടും എണ്ണയിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ വേദന കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. വെറുതെ എണ്ണയിട്ട് തടവുക, 2-3 പ്രാവശ്യം എണ്ണയിട്ട് തടവുക. വൈകിട്ടാകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് വെള്ളം ചൂടാക്കി ആവി പിടിക്കുക, കഴിയുന്നതും കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇത്രയും ചെയ്യുവാണെങ്കിൽ ഈ വേദനകളൊക്കെ മാറും. പിന്നെ ഞങ്ങളുടെ സിസ്റ്റത്തിൽ അമുക്കറ ചൂർണം എന്നൊരു മരുന്നുണ്ട്. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അനാൽജസിക്, ഒരു ബെസ്റ്റ് ജനറൽ ടോണിക്കാണ്. വിത്താനിയ സോമനിഫറ എന്ന് പറയുന്ന ഒരു അമുക്കറ കിഴങ്ങെന്ന് പറയും. അതിൻ്റെ ചൂർണമാക്കി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അത് വാങ്ങിച്ച് പാലിൽ കലക്കി കുടിക്കാം, അല്ലെങ്കിൽ തേനിൽ ചാലിച്ച് കഴിക്കാം, അത് ചെയ്യാം. കൂടാതെ വാതകേസരി തൈലം, മറ്റും പല തൈലങ്ങൾ ഈ വേദനകൾക്ക് ഞങ്ങളുടെ പക്കലുണ്ട്. ഇവകളെയും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഏതായാലും റെസ്റ്റ് ഈസ് എ മസ്റ്റ് ഫോർ പെയിൻ. കാലിലുള്ള കൂടുതൽ നടക്കുമ്പോൾ കാലിൽ നീരുണ്ടാവും, നടക്കാതിരുന്നാൽ നീര് കുറയും. നീര് കൂടുമ്പോൾ വേദന കൂടും, നടക്കാതിരുന്നാൽ വേദനയും കുറയും. അതുപോലെ റെസ്റ്റ് എടുത്ത് തൈലങ്ങൾ പുരട്ടി ചെറിയ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഏത് തരം സന്ധിവേദനയും എളുപ്പത്തിൽ മാറ്റുവാൻ സാധിക്കും.